നമുക്കൊരു കേക്കാണ് കുറിച്ചാലോ? മധുരം കവിളിൽ നുകരും ചുണ്ടമതാലെ പിറന്നാളിൻ കേക്ക് മുറിച്ച് കനിമധുരം വിടരുന്നേ. മാന്യമായ രീതിയിൽ മൂപ്പര PM പോയിട്ട് ഞാൻ പറഞ്ഞു, പൊന്നാര മൊയിലേരെ ഇത് ഒഴിവാക്കണം. മൂപ്പര ബീച്ചിന് വേണ്ടി തോന്നിവാസം ചെയ്യാം. എന്റെ പൊന്നാര മൊയിലേരെ, നിങ്ങൾ ധരിച്ച ആ ഡ്രസ്സിനോട് ഒരു മിനിമം കൂറ് നിങ്ങൾക്ക് പുലർത്തിക്കൂടെ? അല്ല എങ്കിൽ അത് ഊരി മാറ്റിക്കളി. എന്നിട്ട് നിങ്ങൾ എന്ത് തോന്നിവാസം ചെയ്തോളി. എന്ത് കടുകട്ടിയാണ് നിങ്ങൾക്ക്. നിങ്ങളൊക്കെ ആ ധൈര്യം നമ്മൾ സമ്മതിച്ചു. കാരണം ആ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഇസ്ലാമിലെ ഹറാമാണെന്ന് പറഞ്ഞ സംഗതികള്. മാഷാ അല്ലാഹ്, നിങ്ങളെങ്കിലും ഇത് തുറന്നു പറഞ്ഞല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചു. 2 വർഷം മുമ്പ് ഇതേ വിഷയത്തിൽ കുറച്ച് പാട്ട് തൊഴിലാളികൾ സമൂഹമധ്യേ നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർ അവർ കല്യാണ വീട്ടിൽ ഗാനമേള അതൊരു അസ്വസ്ഥമാണ്, അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് കാണിച്ചു തന്ന മാർഗ്ഗരേഖയ്ക്ക് വിരുദ്ധമായ പല പരിപാടികളും കല്യാണ വീട്ടിൽ നടക്കുന്നതിൻ്റെ പേരിൽ അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടി ഇസ്ലാമികമാകട്ടെ എന്ന് വിചാരിച്ച് ബുറുദ തുടങ്ങിയപ്പം ഗാനമേളയെ തോൽപ്പിക്കുന്ന ബുറുദ പരിപാടി വന്നു. ജിൽ 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 ചിൽ 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 ഗിൽ ജിൽ ചിൽ 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 അങ്ങനെയൊക്കെ വന്നു. അന്ന് ശക്തിയുക്തം ഈ വിഷയത്തിൽ ഞാൻ വിമർശിച്ചപ്പോൾ ഉണ്ടായ സംഗതി എന്തറിയോ? വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് തെറിയും ധിക്കാരവും ഭീഷണിയും വോയിസ് വിടലും ഇങ്ങനെ തുടങ്ങിയിട്ട് ആരായി ചെയ്യുന്നത്? സാധാരണ നാടന്മാരാ, തലയെ കെട്ടിയവന്മാർ. നമ്മുടെ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ദുർബലത എന്താണെന്നറിയോ? അതായത് ഈ വേഷം ധരിച്ച ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന വേഷം ഉണ്ടല്ലോ, ഇത് മറക്കാത്ത ചെന്ന ഒരു 1500 രൂപ ഉണ്ടെങ്കിൽ ഈ ഫുൾ ഡ്രസ്സ് കിട്ടും. ഇതിട്ടാൽ ഏത് മനുഷ്യരെയും ബഹുമാനിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ഉമ്മത്ത് ആ രൂപത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറവിൽ ആർക്കും എന്ത് ലാഭവും കൊയ്യാന്നുള്ളൊരു കാഴ്ചപ്പാടായി പോയി. അതുകൊണ്ട് തുടങ്ങിയതാ. ഇപ്പം നിങ്ങൾ ഈ കാണിച്ച വ്യക്തി ഉണ്ടല്ലോ, ഇദ്ദേഹം ഇലുമിനാണ്ടി ഞാൻ കാണിച്ചു തരാം, കണ്ടു. പറഞ്ഞപ്പോൾ നമ്മൾ ഈ വിഷയം പറഞ്ഞിരുന്നു. അന്നും നമ്മൾ ഉപദേശിക്കാൻ വന്നത് പേഴ്സണലായിട്ട് പറഞ്ഞുകൂടെ, അദ്ദേഹത്തിനെ കണ്ടു പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നിങ്ങളടക്കമാണ് പരസ്യമായിട്ട് പറയേണ്ടി വന്നില്ലേ? കയ്യിൽ നിന്ന് പോയി സംഗതി ഇപ്പൊ കയ്യിൽ നിന്ന് പോയി. ഇനി ഒരു കാഴ്ച കൂടെ കണ്ടോടി. പ്രപ്പോസ് ചെയ്യാൻ തന്നെയാ? അതെ. ആണോ? നോക്കസ എന്തു പറഞ്ഞ് നമ്മൾ സമൂഹത്തെ ഉദ്ധരിക്കും? ഈ പണി നമ്മുടെ നാട്ടിലെ പണ്ഡിതനൊന്നും അല്ലാത്തൊരു പാമരൻ സാധാരണക്കാരാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പല്ലുകടിക്കും, മുഖം ചുളിക്കും, തരപ്പറ്റിയാൽ അയാളെ ഉപദേശിക്കുകയും ചെയ്യും. ഇതെന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഇസ്ലാമിക നിയമങ്ങളൊക്കെ അയാളുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് അല്ലേ? ഇപ്പം നമുക്കൊന്നും പറയാനില്ലല്ലോ, പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞത്. അതായത് സാധാരണക്കാർ പോലും കാണിക്കാത്ത പല തോന്നിവാസങ്ങളും നമ്മുടെ ഈ വേഷം ധരിച്ച മനുഷ്യർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശ്രദ്ധേയമായ വാക്ക് ഷർറും മിൻ തഹ്തി അദീമി സമാ എന്ന് പറഞ്ഞില്ലേ? ആകാശത്തിൻ്റെ ചുവട്ടിൽ ഏറ്റവും മോശപ്പെട്ടവർ ആദരിക്കപ്പെടേണ്ട വസ്ത്രം ധരിച്ചു വരുന്ന മനുഷ്യരായി വരുന്നൊരു കാലം വരും. അതുകൊണ്ടാണ് ഇന്നും മുഅ്മിനീങ്ങളായ യഥാർത്ഥ സന്മാർഗികളായ മനുഷ്യർ നമ്മുടെ സുന്നി സമൂഹത്തിൽ ബഹുമാനപ്പെട്ട EP ഉസ്താദാണെങ്കിലും ജിഫിരി തങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പേരോട് ഉസ്താദ് നഈമി ഉസ്താദും സിംസാൽ ഹക്കൂദവിനെ പോലുള്ള അത്തുലവും കുറച്ച് മനുഷ്യരുണ്ടല്ലോ, അവരുടെ വ്യക്തിപ്രഭാവത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട്. കാരണം എന്താ പറയുക, അവർ പറയുന്നത് അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഇങ്ങോട്ട് വന്നാൽ പുതിയ തലമുറയുടെ അവസ്ഥ അറിയോ? 2 or 3 വർഷക്കാലമൊക്കെ ദർസിൽ ഓതാൻ പോയിട്ട് ഈ വേഷം ധരിച്ച് ഫുള്ള് പാട്ട് തന്നെ പാട്ട് തൊഴിലായി മാറുകയാണ്. ഇപ്പോൾ താഹാത്തങ്ങളൊക്കെ പാടുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെന്നറിയോ? കേവലം പാട്ട് മാത്രമല്ല, ഒരു ചരിത്രാവിഷ്കാരം കൂടിയാണ്. നമ്മളിങ്ങനെ ഇമേജ്, ഹബീബായ തങ്ങളുടെ ജീവിതം ഒന്ന് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ചിത്രം പോലെ വരും. ഉദാഹരണം പറയാം. ഈ ഇന്ദപ്പനയോലച്ചോടെ ഹബീബരെ ഓരത്തവരിരുന്നു. അപ്പം നമ്മുടെ മനസ്സിലാ ചിത്രം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോടെ അന്ന് മേൽക്കൂരയില്ലാത്ത പള്ളിയിൽ സ്വഹാബത്ത് ഈന്തപ്പനയുടെ ആ ചാര ഇങ്ങനെ ഇരുന്ന് ആ രംഗം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. അതുപോലെ തന്നെ ഏറിയ നന്മകൾ ഏറ്റിയ കൽബിലും കേറിയൊരമ്പുകളെ, എന്നുവെച്ചാൽ ഹൃദയം കൊണ്ട് നന്മ സാംശീകരിച്ച ആ തിരു സ്വഹാബത്തിൻ്റെ നെഞ്ചിലേക്ക് അമ്പ് തറക്കുന്നത്, ലക്ഷക്കണക്കിന് ഹദീസുകൾ നെഞ്ചിലേറ്റിയ, നന്മകൾ നെഞ്ചിലേറ്റിയ അവരുടെ ഹൃദയത്തിലേക്ക് അമ്പ് വന്ന് തറക്കുന്നത്, അതൊക്കെ നമ്മുടെ കൽബിൽ ഇങ്ങനെ ആ ചിത്രം ഇങ്ങനെ വരും നമ്മുടെ കണ്ണിൽ. അപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതിന് അല്ലാഹു തആല ഓരോരുത്തരും അതിനുവേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും പാട്ടുകാരായി എന്ത് ചെയ്യും? എല്ലാവരും പാട്ടുകാരായാൽ സമൂഹത്തിൽ ആരാ പ്രബോധനം നടത്തുക ചിന്തിച്ച് ചോദിക്കുക. എന്നാൽ മറുവശത്ത് നമ്മൾ കാണുന്നത് എന്താണ്? ഇതേ വേഷം ധരിച്ച മനുഷ്യർ വർത്തമാനകാല സാഹചര്യം മനസ്സിലാക്കാതെ, എന്താണ് ഇന്നത്തെ സാഹചര്യം? ചെറുപ്പക്കാർക്കിടയിൽ നിരീശ്വരവാദം, ലിബറലിസം ഒക്കെ അരങ്ങു വാഴുമ്പോൾ, മനുഷ്യ ഹൃദയത്തിൽ നിന്ന് നന്മയുടെ നീരുറവ് വറ്റിപ്പോകുമ്പോൾ
ശരിയായ നന്മയുടെ മൂല്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ പാത അവർക്ക് വഴിയൊരുക്കി കൊടുക്കേണ്ടത്, അതിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ട മനുഷ്യർ തൊട്ടിൽ കെട്ടുന്ന പാട്ട്, പ്രസവത്തിന് പാട്ട്, പിന്നെ ഒരു ബീറ്റി ഉണ്ടല്ലോ ഇങ്ങനെ ഗർഭിണിയാകുന്ന സമയത്തൊരു പാട്ട്, പിന്നെ പെണ്ണിനെ പുളുകുടിക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പാട്ട്, കാതുകുത്തിന് പാട്ട്, ഇങ്ങനെ തുടങ്ങി തൊട്ടാപ്പാട്ട്. പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്കണേ, ഈ വേഷം ധരിച്ചുകൊണ്ടേ താലോലം 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 കുഞ്ഞ താലോലം കുഞ്ഞ താലോലം എങ്ങനെ ഉണ്ടാവും ആലോചിച്ച് നോക്കി. ഇതേ ഞാൻ വിട്ടു കൊച്ചുങ്ങളുടെ തൊട്ടിൽ പാട്ട് നിങ്ങൾ പാടണ്ടോ, നിങ്ങൾ പാടി പഠിപ്പിക്കുകയും വേണ്ട, അതൊക്കെ ഉമ്മമാരുടെ ദൗത്യമാണ്. അവരെത്ര മനോഹരമായ ആ തസ്ബീഹിൻ്റെ അതുപോലെ തന്നെ തഹലീലിൻ്റെയൊക്കെ മന്ത്രധ്വനികൾ ചാലിച്ചെഴുതിയ പഴയകാല പാട്ടുകളുണ്ട്. ധീരനാമലിയാരൂടെ വീരകഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം, മാനിത പൊന്നാരമേ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ. ആ പാട്ടിലെങ്കിലും കുറച്ച് തഹലീൽ അവർ ചെല്ലുന്നുണ്ടല്ലോ. അങ്ങനെ നിന്റെ ഈ തലല്ലം താലോലം താലോലം കുഞ്ഞ റൈഹാന കുഞ്ഞ് റൈ എന്തിനാ ഈ DJ?